ഹലോ എവരിവൺ, ആഷ് ആൻഡ് ആന വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ബർത്ത്ഡേ സർപ്രൈസ് ട്രിപ്പുമായിട്ടാണ്. സോ വെൽക്കം ടു ലണ്ടൻ. ഇപ്പോൾ ഞങ്ങൾ വേൾഡ്സ് മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ലണ്ടനിലാണ്. വി ആർ വെരി എക്സൈറ്റഡ്. സോ ഇന്നത്തെ പ്ലാൻ ഇങ്ങനെയാണ്. ഞങ്ങൾ ആദ്യം ബിഗ് ബെൻ ക്ലോക്ക് കാണാൻ പോകുന്നു, അവിടുന്ന് ലണ്ടനായി, ആൻഡ് ഫൈനലി വി ആർ വൈൻഡിങ് അപ്പ് ദ നൈറ്റ് വിത്ത് എ നൈസ് ഡിന്നർ അറ്റ് എ നേപ്പാളി റെസ്റ്റോറൻറ്റ്. സോ ഡു ജോയിൻ അസ്. നമ്മൾ എബ്രിസ്വിത്ത് വെയിൽസിൽ നിന്നാണ് ഉള്ളത്. പക്ഷേ വെയിൽസ് ഈസ് ഓൾവേസ് ഒരു കാം ആൻഡ് ക്വയറ്റ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു സിറ്റി ലൈഫ് ലൈക്ക് ഇൻ ലണ്ടൻ വാസ് വെരി എക്സൈറ്റിംഗ് ഫോർ us. സോ അവിടുത്തെ തിരക്കും അവിടുത്തെ ആൾക്കൂട്ടങ്ങളും അവിടുത്തെ ബിൽഡിങ്സ്, ആർക്കിടെക്ചർ ആൻഡ് വേറെ ഷോക്കിംഗ് ആയിട്ട് കണ്ടത് നമ്മളിവിടെ ബ്രിട്ടീഷ് റെസിഡൻസ് മാത്രമല്ല, ഇവിടെ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് നാഷണാലിറ്റി, കൊറിയൻ, ചൈനീസ്, സ്പാനിഷ്, അങ്ങനെ ആൻഡ് ദേ ആർ ടോക്കിംഗ് ദെയർ ഓൺ ലാംഗ്വേജസ്. ആൻഡ് അവർ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. ലൈക്ക് നമ്മളെ കാണുമ്പോഴും അവർക്കുള്ളൊരു സന്തോഷം, നമുക്ക് അവരെ കാണുമ്പോഴുള്ളൊരു സന്തോഷം, അതൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് എക്സ്പെഷ്യലി ഞങ്ങളവിടെ എത്തിയതൊരു ഈവനിങ് നൈറ്റ് ടൈം ആയിരുന്നു. ആൻഡ് ലണ്ടൻ വാസ് ഫുൾ ഓൺ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പം നിൽക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജിലാണ്. അപ്പം സാം ഓൾറെഡി ഒരു നേപ്പാളി റെസ്റ്റോറൻറ്റിൽ നമുക്കൊരു ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ കുറച്ച് നേപ്പാളി ഫുഡ് ട്രൈ ചെയ്യാൻ പോവുകയാണ്. സോ ഞങ്ങൾ എന്തൊക്കെയാണ് അവിടെ കഴിക്കുന്നത്, ഞങ്ങൾ ആസ്വദിക്കുന്നതെല്ലാം നമുക്കിനി കാണാം. ഓക്കെ, ഞങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്ന വഴിയിൽ ഒരു റേസിംഗ് കാർ ഇങ്ങനെ വാൾ ഡെക്കറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് വെരി നൈസ് ടു സീ. സോ അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇവിടെ. ഫൈനലി ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ആലു തമയാണ്. ഒരു നേപ്പാളി റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. സോ ദ റെസ്റ്റോറൻറ്റ് വാസ് വെരി നൈസ് ആൻഡ് ക്യൂട്ട്. ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആയിരുന്നു, ബട്ട് വെൽ മെയിൻറ്റെയിൻ. നല്ലൊരു സിറ്റിംഗ് ഏരിയ. നമ്മളുടെ ടേബിളൊക്കെ ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു. സോ ഇറ്റ് വാസ് ക്വൈറ്റ് ക്രൗഡഡ്. അങ്ങനെ ഞങ്ങൾ കുടിക്കാൻ ഒരു ടീ ആണ് നമ്മുടെ മെയിൻ, അത് ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ കഴിച്ച ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മൾ ചൗമിൻ പിന്നെ മോമോസ് ആണ് നമ്മൾ മെയിനായിട്ട് ഓർഡർ ചെയ്തത്. എല്ലാം ഭയങ്കര ഡെലിഷ്യസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റേ വന്നിട്ടൊരു വാക്കബിൾ ഡിസ്റ്റൻസിലാണ്. ഞങ്ങളൊരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങി നമ്മുടെ ഹോട്ടലിലെത്തി. അടുത്ത ദിവസം ആഷിൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്കാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്നത്. വളരെ ക്യൂട്ടായിട്ട് വെൽ മെയിൻറ്റെയിൻ, നല്ല ഹീറ്റിംഗ് ഒക്കെ ഉള്ളൊരു നല്ല സൂപ്പർ ഹോട്ടലായിരുന്നു. ഞങ്ങൾക്ക് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ ഇത് തന്നെ ധാരാളമായിരുന്നു. ഹിയർ കംസ് എ ബർത്ത്ഡേ സർപ്രൈസ്. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ബക്കിംഗ്ഹാം പാലസിലാണ് ഇപ്പോൾ നമ്മൾ. ഒരു നൈസ് വെതറായിരുന്നു. അക്കോർഡിംഗ് ടു ദി ഫോർകാസ്റ്റ് നമുക്ക് അന്നൊരു ചീത്ത വെതറാണ് ഒരു 2 weeks മുമ്പ് കാണിച്ച്. ലക്കിലി നമുക്ക് അന്നൊരു നല്ല വെതർ കിട്ടി. ആൻഡ് ഡ്യൂ ടു ഗുഡ് വെതർ ഇറ്റ് വാസ് വെരി വെരി ക്രൗഡഡ്. ബട്ട് നല്ല വെതർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി അത്രത്തോളം ആസ്വദിക്കാൻ പറ്റി. അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു അന്ന്.
ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ റോയൽ ഗാർഡ്സിനെ കണ്ടത്. ഒത്തിരി പേര് അവരുടെ മുന്നിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. സോ ഇറ്റ് വാസ് വെരി നൈസ്. ഞങ്ങളും കുറേ പിക്ചേഴ്സൊക്കെ എടുത്തായിരുന്നു. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് സൈറ്റ് സീയിങ് ആയിട്ട് നടക്കാനാണ് പ്ലാൻ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ വീണ്ടും ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ലഞ്ച് കഴിക്കാനായിട്ട്. ഒത്തൻറ്റിക് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്, ചെട്ടിനാട് റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. സോ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോട്ടൻഹാം കോർട്ട് റോഡ് ട്യൂബ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് ഒരു ജെല്ലി ഫിഷ് മൂവിയാണ് ഫോർസേക്ക് എന്ന് പറയുന്ന മൂവി. എൻ്റെ ഷോ നടക്കുന്നുണ്ട്. ഐ തിങ്ക് ദ ഷോ വിൽ എക്സ്റ്റെൻഡ് അപ് ടു എൻഡ് ഓഫ് 2025. ഇറ്റ്സ് എ വണ്ടർഫുൾ VFX എഫക്റ്റാണ്. 360 ഡിഗ്രി സ്ക്രീനാണ്. ഞങ്ങൾ ഇതുവരെ ഇങ്ങനൊരു വിഷ്വൽ ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു കൗതുകം തന്നെ ഉണ്ടായിരുന്നു ഇതെന്താണെന്ന് അറിയാനായിട്ട്. ഒരു ഷോർട്ട് ഫിലിമാണ്. ഇറ്റ്സ് വെരി നൈസ്. ആ വിഷ്വൽ എഫക്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു 360 ഡിഗ്രി സ്ക്രീനിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി അമേസിങ് എക്സ്പീരിയൻസ്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ നേരത്തെ തന്നെ അവിടെ പോകുമ്പോൾ കയറാൻ ശ്രമിക്കുക. ആൻഡ് ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഫ്രീ. ഇതിന് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇറ്റ്സ് ആൻ ഓപ്പൺ സ്പേസ്. നിങ്ങൾക്ക് എൻ്റർ ആവാം. നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാം. ഒത്തിരി പേരിങ്ങനെ വരുന്നുണ്ട്. ആൻഡ് മോർ ഓവർ അവിടെ ഒരു ബട്ടർഫ്ലൈ ട്രെയിലും കൂടെ ഉണ്ട്. സോ അതും ഒരു നല്ല വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. അങ്ങനെ ലഞ്ചിന് സമയമായി. ഞങ്ങൾ ചൂസ് ചെയ്ത റെസ്റ്റോറൻറ്റ് ചെട്ടനാട് ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. സോ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ഒതൻറ്റിക് സൗത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയത്. ഫിൽറ്റർ കോഫി വാസ് വൺ ഓഫ് ദി മെയിൻ തിങ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്, എസ്പെഷ്യലി ആഷ്. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഫിൽറ്റർ കോഫി ഞങ്ങൾ എൻജോയ് ചെയ്തു. സാം ആണെങ്കിൽ ടീ ആണ് സാമിൻ്റെ ഓൾവേസ് ഫേവറേറ്റ്. അങ്ങനെ നല്ലൊരു ലഞ്ച് ഞങ്ങൾ അവിടെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് വീണ്ടും പോയത് ചൈന ടൗണിലേക്കാണ്. അങ്ങനെ ലണ്ടൻ നഗരത്തിൻ്റെ വർണ്ണാഭ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണും വരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.